സൗഹൃദത്തിൻ്റെ പൂമരച്ചിലയിൽ വിഹരിക്കുക. എല്ലാ കൂട്ടുകാർക്കും നന്മയും സ്നേഹവും നിറഞ്ഞൊരു നല്ല സുദിനം ആശംസിക്കുന്നു. ഇറ്റ്സ് മീ നീതു. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി, മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്നുള്ളതാണ്. മനനം ചെയ്യുന്നവൻ ആരോ അവനാണ് മനുഷ്യൻ എന്നാണ് മനുസ്മൃതി പറയുന്നത്. മനുഷ്യനുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന മനോഹരമായൊരു വാക്കാണ് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മാനവികത. ജയിച്ചവൻ്റെ കൂടെ നിന്ന് നൃത്തം ചെയ്യുമ്പോഴല്ല, തോറ്റവൻ്റെ തോളിൽ സ്നേഹത്തോടെ തലോടുമ്പോഴാണ് നാം മനുഷ്യനാകുന്നത്. അപ്പോഴാണ് അവിടെ മാനവികത ഉടലെടുക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മസ്തിഷ്ക വികാസം പ്രാപിച്ച ജീവിയാണ് മനുഷ്യൻ. ജീവികളിൽ വിവേചന ബുദ്ധിയുള്ള ഏക ജീവിയും മനുഷ്യൻ തന്നെ. മാനവികത എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല, പരിസ്ഥിതിക്കും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള കരുതൽ കൂടിയാണ്. സംസ്കൃത പദമായ മനുവിൽ നിന്നാണ് മനുഷ്യൻ എന്ന പദം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. മാനവികത എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സർവ്വസാധാരണമായി പറയാൻ പറ്റുന്നത് മറ്റ് ജീവികളോടുള്ള ദയ, അനുകമ്പ, സ്നേഹം, ആർദ്രത, പരിഗണിക്കൽ എന്നിവയുടെ മൂല്യത്തിലൂടെയാണ്. മാനവികതയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രശസ്തി, പണം, അധികാരം തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാവരുത്. അങ്ങനെ സംഭവിച്ചാൽ അവിടെ മാനവികതയല്ല, സ്വാർത്ഥതയാണ് വർക്ക് ചെയ്യുന്നത്. അന്യന്റെ കണ്ണീര് നമ്മുടെ ഹൃദയത്തെ ചുട്ടുപൊളിക്കുന്നുവെങ്കിൽ നാം മാനവികതയുടെ ഒരു ഉദാഹരണമാണ്. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരുപാട് പ്രവൃത്തികളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിലെനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ടുള്ളത് സതിയാണ്. ഭർത്താവ് മരിച്ചാൽ ആ തീയിൽ, ആ ചിതയിൽ ഭാര്യ ചാടി മരിക്കണമെന്ന കാട്ടാളത്ത നിയമം. മാനവികതയുള്ള ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊരു ആചാരം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ശൈശവ വിവാഹം, ജാതീയത, അരാജകത്വം, ഇങ്ങനെ മാനവികതയില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ പഴയ തലമുറ. അതിൽ നിന്ന് നമ്മളെ ഇപ്പോഴുള്ള ഒരു വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ധീര ദേശാഭിമാനികളുടെ മാനവികത നിറഞ്ഞ മനസ്സും മനസാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിമിഷം അവരെ ഇവിടെ സ്മരിക്കാം. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ മാനവികതയുടെ മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ആൾക്കാരെ പരസ്പരം പരിഗണിച്ചിരുന്നവർ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോയിരിക്കുന്നു. എന്നാൽ മനുഷ്യത്വം പൂർണ്ണമായും മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ നേർക്കാഴ്ചയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വയനാട് ദുരന്തം, ഒറ്റ രാത്രി കൊണ്ട് ജീവിതവും ജീവനും നഷ്ടപ്പെട്ട വ്യക്തികളും മൃഗങ്ങളും ഗ്രാമങ്ങളും ഗ്രാമീണരും. നിലയില്ലാ കയത്തിലായ നമ്മുടെ അമ്മമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരരെ സഹായിക്കാൻ എല്ലാ ജില്ലകളിൽ നിന്നും പണമായും മനുഷ്യനായും അവിടെ ഒഴുകിയെത്തുന്നു. അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിനെ മുലപ്പാൽ വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ മാലാഖ വരുന്നു. ആ ഒരു പോസ്റ്റിന് താഴെ വന്ന വൃത്തിഹീനമായ കവന്റെ മനുഷ്യത്വമില്ലായ്മയുടെ മറ്റൊരു ഉദാഹരണമായി മാറുന്നു. 2018 പ്രളയം, കരളുറപ്പുള്ള എന്ന കേരളം എന്ന ആ ഒരു ക്യാപ്ഷൻ നമ്മൾ കേൾക്കുന്നത് അന്നാണ്. അതിനുശേഷം കേട്ടത് ഈ വയനാട് ദുരന്തത്തിന്റെ കാലഘട്ടത്തിൽ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന്റെ സുഖത്തിനായി വരണമെന്ന ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം എത്ര ഉദാത്തമാണല്ലേ. അതിനൊരുപാട് ഉദാഹരണങ്ങളുമുണ്ട്. തിരുവോര മുരുകൻ, മദർ തെരേസ, ദയാബായി, നെൽസൺ മണ്ടേല, അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ. ലുലുവിന്റെ ഓണർ യൂസഫ് അലിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹൃദയം മാനവികതയുടെ വിളനിലമായി മാറട്ടെ. മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഇൻബോൺ ആയിട്ടുള്ള ഒരു കലയാണ്. എന്നാൽ മനുഷ്യന് മാത്രമാണോ മനുഷ്യത്വം ഉള്ളത് അല്ല എന്ന് തെളിയിച്ച ഒരു കാര്യമുണ്ട്.
വയനാട് ദുരന്തത്തിൽ മറ്റുള്ളവർക്ക് കൂട്ടായിരുന്ന ഒരു ആന. ആ ഒരു ആനയുടെ ഉണ്ടായതും മനുഷ്യത്വം തന്നെയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ആ ആന ഒരു മനുഷ്യനായിരിക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു.